ഇപ്പോൾ നമ്മൾ മെഷീൻ ഓൺ ചെയ്യാൻ പോവാണ്. അതിനകത്ത് സബ്സീറോ സെറ്റിങ്ങിനെ പറ്റിയാണ് അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോള് സെറ്റിങ്ങിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. മെഷീൻ ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം വരുന്നത് സബ്സീറോയിൽ. ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ ഇത് ഫസ്റ്റ് സബ്സീറോ ആണ്. ഇതിനകത്ത് നമ്മളൊരു സെറ്റിങ്ങും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന സെറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 21ഓളം പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു 2-3 പാരാമീറ്റേഴ്സേ നമ്മൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് മാത്രം നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് നമ്മളിതിൽ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രോഗ്രാം എന്ന ബട്ടൺ ഒരു 3 സെക്കൻഡ് ഇത് ടച്ചാണ്. 3 സെക്കൻഡ് പിടിക്കുമ്പോൾ ഈ P1 അതായത് പ്രോഗ്രാം 1 ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെഷീൻ നമ്മൾ ചെയ്യുന്ന ടെമ്പറേച്ചറിൽ, അതായത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ ഈ മെഷീൻ ഓൺ ആകുന്നോ അതോ ഓഫാകണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ 1 ഓണ് 0 ഓഫാണ്. അപ്പോൾ നമ്മളൊരു 50 ഡിഗ്രി ഉദാഹരണത്തിന് വെച്ചു. 50 ഡിഗ്രി വരെ ഈ മെഷീൻ ഓടിയ ശേഷം ഇത് ഓഫാവണോ എന്നും, അതേപോലെ തന്നെ 0യിൽ വെക്കുമ്പോൾ 50 ഡിഗ്രി വന്നാൽ മാത്രമേ മെഷീൻ ഓൺ ആവുകയുള്ളൂ. ആ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് പ്രോഗ്രാം 1 ഒരു 3 സെക്കൻഡ് നമ്മൾ വെക്കുമ്പോൾ P1 വന്നു. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. പിന്നെ ഡിഫാൾട്ടായിട്ട് ഇതിനകത്ത് കിടക്കുന്നത് 0 ആണ്. അപ്പോൾ അത് 1 ആക്കിയിട്ട് സെറ്റ് ചെയ്തു. നമുക്ക് ഏത് വേണേലും കൊടുക്കാം. 1 സെറ്റ് ചെയ്തു, നമ്മളത് വീണ്ടും സെറ്റ് അടിച്ചു. അപ്പോൾ അത് P1 സെറ്റായിട്ടുണ്ട്. രണ്ടാമത് P2 ആണ്. P2 ഉദ്ദേശിക്കുന്നത് നമ്മൾ വീണ്ടും സെറ്റ് അടിക്കുക. ഇതിൻ്റെ മെഷീൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എത്ര വരെ പോകാം എന്നാണ്. അപ്പോൾ ഇതിൽ ഡിഫാൾട്ട് 99 ആണ്. അതിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. 99 തന്നെ കിടക്കട്ടെ. അത് നമ്മൾ സെറ്റ് ചെയ്തു. രണ്ടാമത് ശേഷം P3 ആണ്. P3 എന്ന് പറയുന്നത് നമുക്ക് ലോ ടെമ്പറേച്ചർ എത്ര സെറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ ലോ ടെമ്പറേച്ചർ ഇതിനകത്ത് ഡിഫാൾട്ടായിട്ട് വന്നേക്കുന്നത് -40 ആണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു 20 ഡിഗ്രി താഴെ പോകാറില്ല. അപ്പോൾ നമുക്കൊരു നമുക്കൊരു 20 ഡിഗ്രി വരെ നമുക്കതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അത് നമ്മൾ അതിൻ്റെ മുകളിലേക്കുള്ള ആരോ മാർക്കിൽ വെറുതെ വിരൽ വെച്ചാൽ മതി. അപ്പോൾ അത് നമുക്കൊരു 20 ഡിഗ്രിയെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യേണ്ടത് 20 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തു. ഇനി വരുന്നത് നമുക്ക് P4 ആണ്. H5 ഉണ്ട്. അത് നമുക്ക് ആവശ്യമില്ലാത്ത സെറ്റിംഗ് ആണ്. L5 ഉണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട. P4 ഉണ്ട്. ഇതാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര ഡിഗ്രി ടെമ്പറേച്ചർ വ്യത്യാസത്തിൽ ഇതിൻ്റെ റിലേ ഓൺ ആവണം ഓഫ് ആവണം എന്ന് തീരുമാനിക്കേണ്ടതാണ് ഈ P4. അപ്പോൾ ഡിഫാൾട്ടായിട്ട് നമുക്ക് ഒരു ഡിഗ്രി മതിയാവും. 1 ഡിഗ്രിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് 50 മെഷീൻ ഓഫ് ആവുന്നു, വീണ്ടും 49 വരുമ്പോൾ ഓൺ ആവുന്നു. അപ്പോൾ നമ്മുടെ ആ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക. 50 ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ കോയിലുകൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക. 50 ഡിഗ്രിയുടെ മുകളിൽ ഇത് പോവില്ല. പിന്നെ വരുന്നത് P5 ആണ്. അതിപ്പോൾ നമുക്ക് ഈ മെഷീൻ 2 സെൻസറുകളുണ്ടെങ്കിൽ ആ 2 സെൻസറും നമുക്ക് കാലിബ്രേറ്റ് ഒരേ ടെമ്പറേച്ചർ ഇതിൽ കൊണ്ടുവന്നിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യം നമുക്ക് നിലവിലില്ല. 0 തന്നെ കിടന്നോട്ടെ. പിന്നെ വരുന്നത് P6 ആണ്. P6 നമുക്ക് 3 മിനിറ്റാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് 1 മിനിറ്റ്, അതായത് അത് അത്ര ഡിലേ പോകേണ്ട കാര്യമില്ല. 50 ടെമ്പറേച്ചർ വെച്ചു, 50 ഓഫായി, 49 വരുമ്പോൾ വീണ്ടും കോയിൽ ഓൺ ആവണം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് ഓൺ ആവണ്ട, നമുക്ക് അപ്പം തന്നെ നമുക്ക് ഓണാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ P6 എന്നുള്ള സെറ്റിങ് നമ്മൾ 0 സെറ്റ് ചെയ്തു. ഇനി വേറെ സെറ്റിങ്ങുകൾ നമുക്ക് ആവശ്യമില്ല. ഇതിനകത്ത് കുറേ സെറ്റിങ്ങുകൾ വേറെ ഉണ്ട്. OT ഉണ്ട്, E1 ഉണ്ട്, CN ഉണ്ട്, കുറേ സെറ്റിങ്ങുകൾ. അതൊന്നും നമുക്ക് നിലവിൽ ഈ മെഷീൻ്റെ ആവശ്യമില്ലാത്ത സെറ്റിങ്ങുകളാണ്. നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഏത് സെറ്റിങ് കഴിഞ്ഞ ശേഷവും നമുക്ക് നേരെ റിവേഴ്സ്, ഇതേപോലെ തന്നെ പ്രോഗ്രാമിൽ റിവേഴ്സ് ഇറങ്ങി വന്നിട്ട് EP എന്ന് പറയുന്നുണ്ട്, എൻഡ് പ്രോഗ്രാമിങ്. അതിൽ സെറ്റാക്കിയാൽ മാത്രമാണ്, അതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ സെറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെച്ച ഇപ്പോൾ എല്ലാ സെറ്റിങ്ങുകളും സേവ് ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു സബ്സീറോ കൺട്രോളർ ഓൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു സെറ്റിങ്ങുകളാണ്. ആ ഒരു സമയത്ത് മാത്രമേ നമുക്കത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന കേസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂട്ടുക കുറയ്ക്കുക. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ അത് ഓണാവും. ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത് 28.
ഇനി നമുക്ക് വേണ്ടത് ഒരു 50 ഡിഗ്രിയാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സെറ്റ് ബട്ടണിൽ ഒരു 3 സെക്കൻഡ് കൈവെക്കുക. 0 ആണ് കിടക്കുന്നത്. നമുക്കത് ഈ അപ്പ് ബട്ടൺ, അതായത് പ്രോഗ്രാമിൻ്റെ അപ്പ് ബട്ടണിൽ നമ്മൾ കൈവച്ച് കഴിഞ്ഞാൽ നമുക്കത് ടച്ച് കൺട്രോളാണ്, നമ്മൾ ഞെക്കേണ്ട ആവശ്യമില്ല. വെറുതെ വിരൽ അതിൽ വെച്ചാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചറിൽ കൊണ്ടുപോയി വെക്കാം. 49, 50 നമ്മൾ 50 സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്യണമെങ്കിൽ ആ സെറ്റ് ബട്ടണിൽ ഒന്ന് വിരൽ വെക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് 50 ഡിഗ്രി നമ്മൾ സെറ്റ് ചെയ്തു. നിലവിൽ മെഷീൻ റണ്ണ് ചെയ്യാത്തതുകൊണ്ട് ടെമ്പറേച്ചർ കയറുന്നില്ല. ഇനി ടെമ്പറേച്ചർ 50 ആയി കഴിഞ്ഞാൽ ഇത് ഓഫാവും, 49 ഓണാവും. അതായത് മെഷീനല്ല അതിനകത്ത് വെച്ചേക്കുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഒരിക്കലും ടെമ്പറേച്ചർ കൂടി പോവുക കുറഞ്ഞു പോവില്ല. അപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ കൊടുക്കുന്ന മെഷീനുകളിലെല്ലാം നമ്മൾ ഈ സെറ്റിങ്ങൾ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? ഇനി 60 ഡിഗ്രി വെക്കണോ? നമുക്ക് വെക്കാം. നമ്മൾ 28 ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ടെമ്പറേച്ചറാണ്, നമ്മുടെ ഈ റൂമിലെ ടെമ്പറേച്ചറാണ്. നമുക്ക് ഇതിൽ കൂടുതൽ വെക്കണമെങ്കിൽ നമ്മൾ 50 സെറ്റ് ചെയ്തിട്ടുണ്ടായി. നമുക്ക് 51, 52, 53, ഇനി 60 വെക്കണം. 60 വന്നു. നമ്മൾ വീണ്ടും സെറ്റ് ബട്ടണിൽ ഒന്ന് വിരൽ വെച്ചാൽ അത് സെറ്റായി. ഇനി 60 ഡിഗ്രി വരെ ഇതിൻ്റെ ടെമ്പറേച്ചർ കയറി നിൽക്കും. 60 ഡിഗ്രിക്ക് താഴെ വന്ന്, അതായത് 59 ഡിഗ്രിയിൽ ഇതിൻ്റെ കോയിലുകൾ കട്ട് ഓഫ് ആവും, ചൂട് ലെവലാവും. അപ്പോൾ നമുക്ക് 60 ഡിഗ്രിക്ക് മേലിൽ ഒരിക്കലും ഈ മെഷീൻ്റെ ടെമ്പറേച്ചർ കയറി പോകും. അങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾക്ക് ഇനി അത് കുറച്ച് വെക്കണം. ഇനിയിപ്പോൾ ഈ ജാതി പോലെയുള്ള ജാതിപത്രികളൊക്കെ നമുക്കൊരു 40 ഡിഗ്രി മതിയാവും. അപ്പോൾ നമുക്ക് 40 കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ അത് വീണ്ടും അങ്ങനെ വെച്ചിട്ട് നമ്മൾ വീണ്ടും സെറ്റിൽ ഒന്ന് വിരൽ വെച്ചാൽ 40 സെറ്റായിട്ടുണ്ട്. ആ 40 ആകുമ്പോൾ ഈ മെഷീൻ ആ 40 ഡിഗ്രിയിൽ കൺട്രോളായിട്ട് ഓടിക്കോളും. നമുക്ക് 0 മുതൽ നമുക്ക് 99 വരെയുള്ള ഏത് ഡിഗ്രി ടെമ്പറേച്ചറിലും ഈ മെഷീൻ നമുക്ക് ഓടിക്കാവുന്നതാണ്. അത് നമ്മുടെ ഒരു ഡ്രൈയിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു 60 ഡിഗ്രിയാണ് നമ്മുടെ ഡ്രൈയിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന പല സാധനങ്ങൾ, തേങ്ങയൊക്കെ ആണെങ്കിലും. അതിനുശേഷം പോകുന്ന ടെമ്പറേച്ചറുകൾ കുക്കിംഗ് ടെമ്പറേച്ചറാണ്. അത് നമ്മൾക്ക് കുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 75-80 ഡിഗ്രിക്ക് എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യാനുള്ള ടെമ്പറേച്ചറാണ്. അപ്പോൾ അതിൻ്റെ നിലവിലുള്ള അവസ്ഥകൾ മാറിപ്പോവും. അതായത് അതിനകത്തുള്ള ഒത്തിരി ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിർത്തി ഉണക്കാൻ ശ്രമിക്കുക. മാക്സിമം ഒരു 50-55 ഡിഗ്രിയിൽ നമുക്കിത് ഡ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി ടെമ്പറേച്ചർ കൺട്രോളർ സെറ്റ് ചെയ്തിട്ടാണ് മെഷീനിൽ വിടുന്നത്. നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് ആ സെറ്റ് ബട്ടൺ, സെറ്റ് എന്ന് എഴുതിയേക്കുന്ന ബട്ടണിൽ ഒരു 3 സെക്കൻഡ് കൈവെക്കുക. വെറുതെ വെച്ചാൽ മതി. അപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. നിലവിലുള്ള ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എത്ര വെച്ചോ വീണ്ടും നമ്മൾ ആ സെറ്റിൽ ഒന്നും കൂടെ വിരൽ വെക്കുക. അപ്പോൾ ആ ടെമ്പറേച്ചർ സെറ്റായി. ഇപ്പോൾ 28 എന്ന് കാണിക്കുന്ന റൂമിലെ ടെമ്പറേച്ചറാണ്. മെഷീൻ ഓണായി ഇതിനകത്ത് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ് ആ 28 വരും, അല്ലെങ്കിൽ 40 വെച്ച് ആപ്പിലാകുമ്പോൾ അത് കട്ടായിക്കോളും. വേറെ ഒന്നുമില്ല. നമുക്ക് നോർമൽ പ്രോഗ്രാമിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. ഈ P1, P2, P3, P4 ഇങ്ങനെയുള്ള ഇതിനകത്തൊരു 21ഓളം പ്രോഗ്രാമുണ്ട്. അതിൽ നമ്മൾക്ക് കയറിയിട്ട് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമ്മൾ ബൈ ചാൻസിൽ അതിൽ കൈ വെച്ചു, അത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി, നമ്മൾ എന്താ ചെയ്യുക? അതിലൊന്നും ചെയ്യണ്ട. ഒരു 30 സെക്കൻഡ് അങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി പഴയ കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചു വന്നോളൂ. ഇനി കൈ മുട്ടി നമുക്ക് അബദ്ധം പറ്റി നമ്മൾ അതിനകത്ത് പിന്നെ പേടിച്ചിട്ട് അവിടെ അതിൻ്റെ സെറ്റിങ്ങുകളൊന്നും നമ്മൾ മാറ്റം വരുത്താൻ പോകണ്ട. നമ്മൾ അങ്ങനെ തന്നെ വിട്ടേക്കുക. ഈ P4 നീങ്ങി, P1 നീങ്ങി, അതിൽ നമുക്കിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വിട്ടേക്കുക. ഓട്ടോമാറ്റിക്കലി അത് പഴയ കണ്ടീഷനിലേക്ക് പോയിക്കോളും. അതൊരു 30 സെക്കൻഡ് വരെ അത് വെയിറ്റ് ചെയ്യും. അങ്ങനെ ബ്ലിങ്ക് ചെയ്യും. 30 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ടെൻഷൻ അടിക്കണ്ട. പക്ഷേ അതിൽ സെറ്റിങ്ങൾ ചേഞ്ച് ആയാൽ നമുക്ക് അറിഞ്ഞിരിക്കണം നമ്മൾ എന്താണ് സെറ്റിങ് ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ നിലവിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് സെറ്റിങ് ഒരു 3 സെക്കൻഡ് വിരൽ നോക്കുക. നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ എത്രയാണോ വെക്കേണ്ടത്, 46 ആണെങ്കിൽ 46, 47 ആണെങ്കിൽ 48, ഇനി 50 ആണോ, ഓരോ ടച്ചിനും ഓരോ പൾസാണ്. ഇനിയിപ്പോൾ അതിൽ വിരൽ വെച്ചാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലി കയറിപ്പോയിക്കോളും. നമുക്കൊന്നും ചെയ്യേണ്ട. നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ നമ്മൾ ചെയ്യുക. ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സെറ്റിംഗ് ബട്ടണിൽ പയ്യൊന്ന് കൈവെക്കുക. അപ്പോൾ അത് ആ ശരി ചിഹ്നം വന്നു കഴിഞ്ഞാൽ അത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഏകദേശം 60 ഡിഗ്രിയാണ്. അപ്പോൾ ആ 60 ഡിഗ്രിയിൽ നമുക്ക് വെക്കാം. നമുക്ക് ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിലും ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ മെഷീൻ അതിൽ ഓടിക്കൊണ്ടിരുന്നുള്ളൂ.
ഓക്കെ, താങ്ക് യു.